ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവം നമ്മുടെ പരിപാലകനും രക്ഷകനും നമ്മുടെ പിതാവുമാണ്. ആ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത്. അതിരാവിലെ ആയിരക്കണക്കിന് വ്യക്തികളാണ് ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പിതാവും ദൈവവുമായ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ മക്കളുടെ എളിമയോടെ ഇന്ന് പിതാവായ ദൈവത്തോട് നാം സംസാരിക്കാം. അവിടുന്ന് നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം തുറക്കുക. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. കർത്താവേ, നീ അത്യുന്നതനായ ദൈവമാണ്. നിന്റെ സന്നിധിയിൽ ആയിരിക്കുന്ന ഈ മക്കളെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ പിതാവും ഞങ്ങളുടെ പരിപാലകനുമാണ്. പിതാവായ ദൈവമേ, സ്വന്തം അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ലാളിത്യം, സ്നേഹം, കരുതൽ, പ്രോത്സാഹനം, അനുഗ്രഹം ഇന്ന് ഈ പ്രഭാതത്തിൽ നീ ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളെ കരുണയോടെ വീക്ഷിച്ച് ദൈവമേ, ഇന്ന് ഈ സമയം ഇവരെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ പ്രഭാതത്തിൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ പ്രിയ സഹോദരീ സഹോദരന്മാർക്കു വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാവും ദൈവവുമായ കർത്താവേ, ഇന്ന് ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ നോക്കിക്കാണണമേ. ഇന്ന് ഇവരുടെ മേൽ നീ കരം വെച്ച് ഇവരെ അനുഗ്രഹിക്കണമേ. നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. പിതാവേ, മക്കളായ ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, അങ്ങ് ഞങ്ങൾക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും മക്കൾക്കുള്ള പിതാവിൻ്റെ സകല അനുഗ്രഹങ്ങളും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ ഈ പ്രിയ സഹോദരീ സഹോദരങ്ങൾ നിന്റെ സന്നിധിയിൽ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, നിന്റെ വലതുകരം നീട്ടി അവരെ അനുഗ്രഹിക്കണമേ. നീ മഹോന്നതനായ ദൈവമാണ്. നീ ഞങ്ങളുടെ പിതാവായ ദൈവമാണ്. ഞങ്ങളെ പരിപാലിക്കുന്ന കർത്താവാണ്. ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു. പിതാവേ, മക്കളോടുള്ള നിന്റെ അനന്ത സ്നേഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് നീ ആശീർവദിക്കണമേ. നിന്റെ മക്കളായ ഈ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഇന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് കർത്താവേ, ഈ മക്കളിലേക്ക് ഓരോരുത്തരിലേക്കും നീ അനുഗ്രഹം വർഷിക്കണമേ. നിന്റെ കൃപയും അനുഗ്രഹവും വിജ്ഞാനവും വിവേകവും ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ ശക്തിയും ധൈര്യവും ഈ മക്കൾക്ക് നീ ഇപ്പോൾ നൽകണമേ. നിന്നിൽ പൂർണ്ണമായി ഈ മക്കൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവർക്കു വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നീ ഇവർക്ക് മുൻപേ പോയി ഇന്ന് ഇവരുടെ മേൽ കടാക്ഷിക്കണമേ. മനുഷ്യരുടെ പ്രീതിക്കും ദൈവത്തിൻ്റെ പ്രീതിക്കും ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഇന്ന് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്ന് ശക്തി പ്രാപിച്ച് ഈ മക്കൾ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇവർ വിജയശ്രീലാളിതരായി തിരികെ സുരക്ഷിതരായി ഭവനത്തിൽ വരാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഈ മക്കളുടെ മേൽ നീ കരം നീട്ടി അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ തിരുവചനം ഞങ്ങൾ ശ്രവിക്കുമ്പോൾ ദൈവമേ, തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിച്ച് പുകഴ്ത്തുന്നു. എന്തെന്നാൽ നീ ഞങ്ങളുടെ പിതാവായ ദൈവമാണ്. നീ ഞങ്ങളുടെ സർവശക്തനായ ദൈവമാണ്. ഞങ്ങളെ പരിപാലിക്കുന്ന കർത്താവേ, ഇപ്പോൾ നിന്റെ സന്നിധിയിലായിരിക്കുന്ന ഇവരുടെ മേൽ അനുഗ്രഹ കടാക്ഷങ്ങൾ നീ വർഷിക്കണമേ. നിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ
വലിയ അനുഗ്രഹങ്ങൾ നീ ഇവർക്ക് നൽകണമേ. ഈ പ്രഭാതത്തിൽ അതിരാവിലെയുള്ള ഈ സമയം കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാനായി കടന്നു വന്ന ഈ വ്യക്തികളെ, മക്കളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇന്ന് എല്ലാം കൊണ്ടും വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ സൃഷ്ടാവും ഞങ്ങളുടെ പരിപാലകനും. ഇന്ന് ഈ ദൈവവചനത്തിൻ്റെ ആശീർവാദം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിയമാവർത്തനം 32:6 മുതലുള്ള വാക്യങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവവചനം നമുക്ക് ഒരു നിമിഷം ശ്രവിക്കാം. നിയമാവർത്തനം 32:6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഭോഷരും ബുദ്ധിഹീനരുമായ ജനമേ, ഇതോ കർത്താവിന് പ്രതിഫലം. അവിടുന്നല്ലയോ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ പിതാവ്? നിങ്ങളുടെ സ്രഷ്ടാവും പരിപാലകനും അവിടുന്നല്ലയോ? കഴിഞ്ഞുപോയ കാലങ്ങൾ ഓർക്കുവിൻ, തലമുറകളിലൂടെ കടന്നുപോയ വർഷങ്ങൾ അനുസ്മരിക്കുവിൻ. പിതാക്കന്മാരോട് ചോദിക്കുവിൻ, അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. പ്രായം ചെന്നവരോട് ചോദിക്കുവിൻ, അവർ നിങ്ങൾക്ക് വിവരിച്ചു തരും. അത്യുന്നതൻ ജനതകൾക്ക് അവരുടെ പൈതൃകം വീതിച്ചു കൊടുത്തപ്പോൾ, മനുഷ്യമക്കളെ അവിടുന്ന് വേർതിരിച്ചപ്പോൾ, ഇസ്രായേൽ മക്കളുടെ എണ്ണമനുസരിച്ച് അവിടുന്ന് ജനതകൾക്ക് അതിർത്തി നിശ്ചയിച്ചു. കർത്താവിൻ്റെ ഓഹരി അവിടുത്തെ ജനമാണ്, യാക്കോബ് അവിടുത്തെ അവകാശവും. അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി. അവനെ വാരിപ്പുണർന്ന് താൽപര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. ഞങ്ങളുടെ പിതാവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ പൈതൃകം ഞങ്ങൾക്കിന്ന് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഒന്നുമില്ലായ്മയിൽ, ഞങ്ങളുടെ ശൂന്യമായ ഈ അവസ്ഥയിൽ ഞങ്ങളെ നീ കണ്ടെത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിന്റെ അനന്തമായ സ്നേഹത്തിൻ്റെ മുൻപിലാണ് ഞങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ആയിരിക്കുന്നത്. കർത്താവേ, നീ ഞങ്ങളെ കണ്ണിലുണ്ണിയായി സൂക്ഷിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിന്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്ത് സൂക്ഷിക്കുന്നതിനെ ഓർത്ത് ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. രാവും പകലും നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ നിന്റെ അനുഗ്രഹം ചൊരിയണമേ. ഇന്നത്തെ ദിവസം നിന്റെ സന്നിധിയിൽ നിന്നും ശക്തി പ്രാപിച്ച് ഇവർ പുറത്തു പോകുമ്പോൾ കർത്താവേ, നിന്റെ അനുഗ്രഹത്തിൻ്റെ കരം ഇവരെ സഹായിക്കണമേ. എല്ലാ കാര്യങ്ങളും നിന്നിൽ നിന്ന് ശക്തി പ്രാപിച്ച് ചെയ്യുമ്പോൾ കർത്താവേ, നീ ഇവരെ മഹത്വപ്പെടുത്തണമേ. നിന്റെ നാമത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളാലും ശക്തിയാലും സൗഖ്യത്താലും ഇന്ന് നിന്റെ സന്നിധിയിലായിരിക്കുന്ന ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ മഹോന്നതനായ ദൈവമാണ്. നീ ഞങ്ങളുടെ പിതാവാണ്. നീ ഞങ്ങളുടെ പരിപാലകനാണ്. നീ ഞങ്ങളുടെ സ്രഷ്ടാവാണ്. നീ ഞങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന, ഞങ്ങളെ വാത്സല്യത്തോടെ നോക്കുന്ന ഞങ്ങളുടെ സ്നേഹവാനായ പിതാവാണ്. പിതാവേ, ഈ സമയം നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ മക്കളുടെ ആവശ്യങ്ങളെ കരുതലോടെ നീ കാണണമേ. ഇന്ന് ഇവരുടെ ജീവിതത്തിൽ അനവധി അനുഗ്രഹങ്ങളാൽ നീ നിറയ്ക്കണമേ. പിതാവേ, ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ അപ്പനായ ദൈവമേ, ഞങ്ങൾക്ക് കിട്ടേണ്ട സകല നന്മകളെയും, ഞങ്ങൾക്ക് കിട്ടേണ്ട പിതാവിൻ്റെ സ്നേഹം, പിതാവിൻ്റെ അനുകമ്പ, പിതാവിൻ്റെ തിരുത്തൽ, ശിക്ഷണം, പിതാവിൻ്റെ സംരക്ഷണം, പിതാവിൻ്റെ പ്രോത്സാഹനം, ഇവയെല്ലാം ഇന്ന് നൽകി നിന്റെ സന്നിധിയിലായിരിക്കുന്ന നിന്റെ മക്കളെ, നിന്റെ സ്നേഹനിധിയായ ഈ മക്കളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിച്ച് ഉയർത്തണമേ. പിതാവേ, നിന്നിൽ നിന്ന് ശക്തി അയച്ച് ഇവരെ സുഖപ്പെടുത്തണമേ.
ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ അനുഗ്രഹത്തിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ, ഇവരെ ഒരു കുടുംബമായി നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ മക്കളുടെ കാര്യത്തിൽ നീ ഒത്തിരി ശ്രദ്ധാലുവായതിനെ ഓർത്ത് നന്ദി പറയുന്നു. നീ ഞങ്ങളെ പരിപാലിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, നിന്റെ സന്നദ്ധിയിൽ നിന്ന് ഇപ്പോൾ ഇവരിലേക്ക് കൃപ ഒഴുക്കണമേ, ശക്തി അയക്കണമേ. ഇവരുടെ ഒന്നുമില്ലായ്മയിൽ എല്ലാത്തിനും ഉറവയായ ദൈവമേ, സകല സമ്പത്തിൻ്റെയും സമ്പൂർണതയുടെയും അനുഗ്രഹത്തിൻ്റെയും ദൈവമേ, ഇന്നിവരെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ കരം നീട്ടി ഇപ്പോൾ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും ഈ സമയം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ അവർ എവിടെയൊക്കെയാണെങ്കിലും, ഈ ലോകത്തിൻ്റെ ഏതൊക്കെ രാജ്യങ്ങളിലാണെങ്കിലും, ഏതൊക്കെ സ്ഥലങ്ങളിലാണെങ്കിലും, ഏതൊക്കെ അവസ്ഥയിലാണെങ്കിലും, ഇപ്പോൾ നിന്റെ ശക്തമായ കരം അവരെ സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ഇന്ന് നീ മാനിക്കുന്ന ഞങ്ങളുടെ സ്നേഹവാനായ പിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പിതാവേ, അനാദികാലം മുതൽ നീ ഞങ്ങൾക്ക്, ഞങ്ങളുടെ പൂർവികർക്ക്, മാതാപിതാക്കൾക്കെല്ലാം അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളെ നിന്റെ കണ്ണിലുണ്ണിയായി, നിന്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയായി ഞങ്ങളെ നീ കാത്തു സംരക്ഷിച്ചു. നിന്റെ സംരക്ഷണത്തിൻ കീഴിൽ ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് നീ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ മക്കളുടെ ഹൃദയത്തിൽ നിന്നെല്ലാം ഭയവും നീക്കി അവർക്ക് വേണ്ടി പൊരുതുന്ന ഒരു പിതാവിനെ, അവർക്ക് വേണ്ടി പോരാടുന്ന ഒരു പിതാവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ ഇന്ന് ഇവരുടെ ഹൃദയത്തെ നീ നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹം ഈ മക്കളുടെ മേൽ നിറച്ച് ഇവർ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുവാൻ നിന്റെ ശക്തമായ അനുഗ്രഹവും നിന്റെ അനന്തമായ സ്നേഹവും ഇന്നിവരെ പിന്തുടരണമേ. ഇന്ന് ഇവരെ നയിക്കണമേ. എല്ലാ ആവശ്യങ്ങളിലും ഇവർക്ക് നിന്റെ സംരക്ഷണം നൽകി. മഹോന്നതനായ ദൈവമേ, നിന്റെ മഹത്വം ഈ മക്കളിലേക്ക് നീ നിറയ്ക്കണമേ. ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് വലിയ കൃപ ഒഴുകുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നിപ്പോൾ ഓരോരുത്തരിലേക്കും, ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഓരോരുത്തരിലേക്കും ദൈവം കൃപ അയച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾ ഏതൊക്കെ സ്ഥലത്താണ്, ഏതൊക്കെ ദേശത്താണ്, ഏതൊക്കെ ഭവനങ്ങളിലാണ്, വീടുകളിലാണ്, സ്ഥലങ്ങളിലാണ്, അവിടെ കർത്താവിൻ്റെ സ്നേഹം നിങ്ങളെ വലയം ചെയ്യുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ വലയം ചെയ്യുന്നു. ഒരപ്പൻ്റെ സ്നേഹം ഇപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ അപ്പൻ്റെ സ്നേഹവും കരുതലും ഇന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു തീരുമാനമുണ്ടാക്കുന്നതിന്, ഒരു ഉയർച്ചയുണ്ടാക്കുന്നതിന് നിങ്ങളെ സഹായിക്കും. കർത്താവേ, പൂർണ്ണമായി നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളെ കരുണയോടെ കാക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുനാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവമേ, ഇന്നത്തെ ദിവസം ഇവർ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ അനുഗ്രഹം ഇവരെ പിന്തുടരട്ടെ. നിന്റെ ശക്തി ഇവരെ സംരക്ഷിക്കട്ടെ. നിന്റെ സഹായം ഇവർക്ക് വിജയം നൽകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. കൂടുതൽ ശക്തി പ്രാപിക്കുക. കർത്താവ് നിങ്ങളെ കരുതുന്നുണ്ട്. ഒരു അപ്പൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം മുഴുവനും ആ പിതാവിൻ്റെ സ്നേഹം കൊണ്ട് നിങ്ങളെ അവിടുന്ന് വലയം ചെയ്യും. കൂടുതൽ പ്രാർത്ഥനയിൽ വ്യാപരിക്കുക. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും. ആമേൻ.